രാവിലെ ഒരു 5:30 എണീച്ച് രാവിലത്തെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ച് ഒരു വീഡിയോ എടുത്താൽ എന്താന്ന്. അപ്പോൾ വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ രാവിലെ തന്നെ കോഫിയും ചായയൊന്നും കുടിക്കലില്ല. ഇതേപോലെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇന്നത്തെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. പിന്നെ രാവിലെ തന്നെ മിസ്റ്റർ ബീനൊക്കെ കണ്ടിട്ട് ഇന്നത്തെ ഡേ ആണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. ഞാനിപ്പോഴും ഇതേപോലെ മിസ്റ്റർ ബീനും അതേപോലെ ടോം ആൻഡ് ജെറിയും ഒക്കെ കാണും കേട്ടോ. വന്നപ്പോണ്ട് ഇങ്ങനൊരു കാഴ്ച. ഈ റോസ് വിരിഞ്ഞത് മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കൊണ്ടുപോയി വെക്കണമെന്ന്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ എന്തായാലും ബെസ്റ്റ് ടൈമാണെന്ന് തോന്നി അത് കട്ട് ചെയ്ത് നേരെ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ട്. ഇനി അതൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, അതൊക്കെ സീക്രട്ടാ. പിന്നെ ഡെയിലി നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയർ അത് പിന്നെ മസ്റ്റാണ്. പിന്നൊരു 8-8:30 ആയപ്പോൾ ഇതേപോലെ പാടത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഈവനിങ് വ്ളോഗിൽ കാണിച്ചിരുന്നല്ലോ, അവിടേക്ക് തന്നെ ഇതേപോലെ താത്തയും താത്തൻ്റെ കുട്ടികളും പിന്നെ കുറച്ച് കസിൻസും ഒക്കെ ആയിട്ടാണ് പാടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ പിന്നെ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളെ നാച്ചുറൽ ബ്യൂട്ടി. ഒരു 1 hour അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് കുറേ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേനി. അവിടെ കയറി വന്നപ്പോൾ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇതിലുള്ളത്. സത്യം പറഞ്ഞാൽ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ വീഡിയോസ് എടുക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടേ പിന്നെ ഞാൻ വേഗം പോയത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടേനി. ആളോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പോകുന്ന ടൈമിൽ ഇതേപോലെ ചെറുതായിട്ട് മയക്കണ്ടേനി കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾ, എൻ്റെ ഫ്രണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് പിന്നെ ഇവിടുന്ന് കഴിച്ച്. ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഒരു വൈബൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ആദ്യം ഇതെന്താന്ന് കത്തിയിട്ടില്ലെങ്കിലും പിന്നെ മനസ്സിലായി മൂപ്പർ അവിടെ ഇരുന്നിട്ട് മീനെ പിടിക്കുകയാണെന്ന്. അങ്ങനെ കുറച്ചു നേരം അവിടെ ഇരുന്ന് രണ്ടാളും സൊറൊക്കെ പറഞ്ഞിട്ടേ പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് തെറിച്ചിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിന് ഫ്രണ്ടിന്. അങ്ങനെ അതിനും വേണ്ടിയിട്ട് പോയി. ഇതേപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ കാണുമ്പോഴേ അതൊക്കെ മേടിക്കണമെന്ന് തോന്നും. പിന്നെ അതിൻ്റെ വിലക്ക് കാണുമ്പം ആ ക്യൂട്ട്നെസ് ഉണ്ട് പോയി കിട്ടും. പിന്നെ അത്രയും വിലക്ക് മേടിക്കാനുള്ള ക്യൂട്ട്നെസ് ഒന്നും അതിനില്ല. അപ്പോൾ ഇതാണ് ഞാനും എൻ്റെ ഫ്രണ്ടും. കുറേ ആൾക്കാരായിട്ട് ചോദിക്കുന്നുണ്ട് ഫേസ് റിവീൽ ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഈവനിങ് വീട്ടിലെത്തിയപ്പം നല്ല രീതിക്ക് തലവേദന ഉണ്ടേനി. അപ്പോൾ വിചാരിച്ച് ഒരു കോഫി ഉണ്ടാക്കിയിട്ട് കുടിക്കാമെന്ന്. അപ്പോൾ നമുക്കൊരു കോഫി ഉണ്ടാക്കാം.
പിന്നെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, ഇതിങ്ങനെ കാണാൻ മാത്രമല്ല ഭംഗി, കുടിക്കാനും ടോപ്പാണ്. അങ്ങനെ കോഫിയും കുടിച്ച് പിന്നെ ഇപ്പം ഞാൻ വായിച്ചുകൊണ്ട് നിൽക്കുന്ന ബുക്കുണ്ട്, അതങ്ങനെ കുറച്ച് നേരമൊക്കെ വായിച്ചിരുന്നത്. പിന്നെ യൂട്യൂബിന് ഷോർട്സ് എടുക്കാനുണ്ട് ഇനി. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഷോർട്സ്. ഈ ഒരു ക്യാൻഡിൽ ഞാൻ മേടിച്ചിട്ട് കുറച്ചായി. അപ്പോൾ ഇതിനൊരു മേക്ക് ഓവറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു റെഡ് ആർട്ട് വരുന്ന സാധനങ്ങൾ കണ്ടിട്ടില്ലേ, അത് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു മെഴുകുതിരിയിൽ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ഒരു വര ഇങ്ങോട്ടിടുക, ഒരു വര അപ്പുറത്തിടുക, അപ്പം നമ്മൾ ആർട്ടായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ പണി. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാലും കൂടുതൽ അടിപൊളി, കാണാൻ വേറെ തന്നെ ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ ഷോർട്സാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ചാനലിൽ വരുന്നതായിരിക്കും. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ലുക്കാണ് കേട്ടോ ഇത്. കാണാൻ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, നല്ല ലുക്ക് തോന്നിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം. ഇതിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുള്ളൊരു ഫീല് അത് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഡിസംബർ മന്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബുള്ളറ്റ് ജേണലാണ്. ഇതിൽ ഞാൻ ക്രിസ്മസ് തീമാട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നമ്മളിതിൻ്റെ ലോങ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കയറി കണ്ടു നോക്കുക. എന്നിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മൂഡ് ട്രാക്കറും ഹാബിറ്റ് ട്രാക്കറും പിന്നെ ബ്രെയിൻ ഡമ്പും അതേപോലെ വീക്ക്ലി പ്ലാനറും ടു ഡു ലിസ്റ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു മന്തിനും വേണ്ടിയിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് എഴുതി വെക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒരു ഡേയ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ പാട് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ ഒന്നുകിൽ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതൊരു 1 ഹവറിൻ്റെ മേലൊക്കെ ഉണ്ടാവും വീഡിയോ. അപ്പോൾ നമ്മൾ മാക്സിമം ഷോർട്ടാക്കി ഒരു ദിവസത്തിൽ നടക്കുന്നത് ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലുള്ളത് ഞാനൊരു 5-6 മാസം മുന്നേ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓർഗനൈസറാണ്. സംഭവം ഞാൻ വലിയ ടോപ്പായിട്ട് മേടിച്ചതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൈസ് ഞാൻ വിചാരിച്ച ആ ഒരു സൈസ് അല്ലാത്തതിന് ഞാൻ ഇത്രയും കാലം ഇത് ബോക്സിലിട്ട് വെച്ചേക്കേനി. കാരണം എന്താ വെച്ചാൽ ഇതെനിക്ക് പിന്നെ റിട്ടേൺ അയക്കാനും പറ്റിയിട്ടില്ല, അതേപോലെ തന്നെ ഞാൻ വിചാരിച്ച സൈസും അല്ല. പക്ഷേ ഇത് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിഷമത്തിലൊക്കെ ഇനി ഞാൻ ഇത്രയും കാലം അത് ആ പെട്ടിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതേപോലെ അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ടേബിളിൻ്റെ സൈഡിലൊന്ന് വെക്കാൻ വിചാരിച്ച്. ഇതിൽ ഞാൻ മീഷോന്ന് തന്നെ മേടിച്ചിട്ടുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഹൈലൈറ്റേഴ്സും പിന്നെ കുറച്ച് കളർ പെൻസിലും പിന്നെ ചെറിയ ഒരു നോട്ട്ബുക്കും ഒക്കെ വെക്കുന്നുണ്ട്. ഇത് നോട്ട്ബുക്കല്ല, സോറി, ജേണലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബുക്കൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ഗ്ലൂ ഒക്കെ വെക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം അതിന് മാത്രം ഉള്ള ഒരു ഗ്യാപ്പൊന്നും അവിടെ ഇല്ല, ചെറിയ ഗ്യാപ്പുള്ളൂ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് അതിലിട്ട് വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഡിന്നറിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. നമുക്കിതേപോലെ സവാള കിരികിരി എന്ന് പറഞ്ഞിട്ട് എരിഞ്ഞു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് മാക്രോണിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പണി നോക്കാം. ഞാൻ ഈ വീഡിയോയിൽ കുറേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മീൻസ് ഞാൻ കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ട് ഒരു കിച്ചുള്ള പോലെയൊക്കെ തോന്നും. ഞാൻ രാവിലെയാണ് ഇതൊക്കെ ഡബ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കഴിക്കാം. സാധാരണ ഞാൻ ഒന്നുകിൽ ടി വി ഒക്കെ കണ്ടിട്ട് തന്നെയാണ് രാത്രിയത്തെ ഫുഡൊക്കെ കഴിക്കൽ. ഇന്നിപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ടി വി കാണാതെ ഇതേപോലെ ഫോണിൽ തന്നെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടാണ് കേട്ടോ കാണുന്നത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു ഹോളിഡേയ്സിലെ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.